الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم من عمل صالحا من ذكر أو أنثى وهو مؤمن ولنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിയാറുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മുൻഗാമികളായ ആളുകൾ അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടണമേ എന്ന് അല്ല, സ്വീകരിക്കില്ലേ എന്നുള്ള ഭയം ഉള്ളിലുള്ളവരായിരുന്നു. കർമ്മങ്ങൾ ഏതു ചെയ്തിരുന്നാലും ഉള്ളിൽ ചെറിയ ഒരു ഭയം, റബ്ബിത് സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളിടത്ത് വിശ്വാസികളായ മുൻഗാമികളായ ആളുകളിൽ ഉണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ അള്ളാഹു ഇത് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ്. വിശ്വാസികൾ അങ്ങനെ കർമ്മങ്ങളിൽ മുഴുകുമ്പോഴുള്ള ഉള്ളിലുണ്ടായിരിക്കേണ്ട ഒരു ഭയത്തെ സംബന്ധിച്ചും ഒരു പ്രതീക്ഷയെ സംബന്ധിച്ചുമാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന യുഖ്തൂന മാ അഖൗ വ ഖുലൂബഹും വജിലത്തുൻ. ചില മനുഷ്യരുണ്ട്, ചില വിശ്വാസികളായ ആളുകളുണ്ട്, അവർ റബ്ബിലേക്ക് മടക്കപ്പെടുമെന്നുള്ള അങ്ങനെയുള്ള ഒരു റബ്ബിലേക്ക് മടക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു ഭയം അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു വജിലത്തായി, ഒരു ഭയമായി നിർഗളിച്ച് മുന്നോട്ട് നിന്നിരുന്നു എന്നുള്ളത്. മാത്രമല്ല, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, മടക്കപ്പെടുന്നു എന്നുള്ള ഭയം മാത്രമല്ല, അവർക്ക് അള്ളാഹു നൽകിയ ഏതൊരു അനുഗ്രഹങ്ങളുണ്ടോ, അവരുടെ സാമ്പത്തികമായ ഉയർച്ചയുണ്ടോ, അവർ അതിൽ ദാനം ചെയ്യുന്നവരായിരുന്നു എന്നും വിശ്വാസികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. മടങ്ങിച്ചെല്ലേണ്ട ഭവനം, അത് കൃത്യമായ ഒരു വിശ്വാസിയുടെ ആഗ്രഹം എന്നുള്ളത് സ്വർഗത്തിൽ എത്തിപ്പെടണമെന്നുള്ളതാണ്. എല്ലാ സമയത്തും നമ്മൾ കരുതലോടെ കാണേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർഗത്തിലെത്തുക എന്നത്. അതിന് നമ്മുടെ കൈകളിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കർമ്മം എന്നത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നത് അമലു സ്വാലിഹാത്തുകളാണ്.
നല്ല കർമ്മങ്ങളുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയണം. മരണപ്പെടാനാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നത് എന്നുള്ളതല്ല, മരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു ജീവിതം വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ്. തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മുൻഗാമികളായ പ്രവാചകന്മാർ ദുആ ചെയ്തു വെച്ച വാചകങ്ങളാണ്. തവഫനി മുസ്ലിമൻ, എന്നെ ഒരു മുസ്ലിമായിട്ട് മരിപ്പിക്കണം. വഅൽഹിഖനി ബിസ്സാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളുമായി കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യം നൽകണമെന്നാണ്. ലഹിക്ക എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, കണ്ടുമുട്ടുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരണപ്പെടുകയും ഒപ്പം ആ നല്ല മനുഷ്യരെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം, അത് സ്വർഗത്തിൽ മാത്രമുള്ള അനുഗ്രഹങ്ങളാണ്. റമദാനിന്റെ വാതിൽ അടഞ്ഞ നിമിഷം മുതൽ അല്ലെ, നഷ്ടത്തിന്റെ വഴികളിലാണ് നമ്മൾ തേടി അലയുന്നത് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാശമായിരിക്കും, നഷ്ടമായിരിക്കും ഉണ്ടാവും അല്ലെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ അൽഹംദുലില്ലാ റമദാനിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസാ, ഉറപ്പോടെ നൂല് അങ്ങനെ നെയ്ത് കോർത്തെടുത്തു വെച്ച നൂലുകളെ ഉറപ്പോടുകൂടി നല്ല ബലവത്തായി ഓർത്തു വെച്ച ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. വലാ തകൂനു, നിങ്ങൾ ആയിപ്പോകരുത്. അവർ ആദ്യം നൂല് കോർത്തു നല്ല ബലവത്തായ രൂപത്തിലായി, പിന്നീട് എന്ത് ചെയ്തു? മിൻ ബഅദി ഖുവത്തിൻ അൻകാസാ, ആ നൂലിന്റെ ബലം, ശക്തിയെ, അത് ബലം കുറഞ്ഞു പോകുന്ന രൂപത്തിൽ അതിന്റെ കെട്ടുകൾ അഴിച്ചെടുത്തവളെ പോലെ, അതിനെ പിരിച്ചെടുത്തവളെ പോലെ നിങ്ങളാകരുത്. റമദാനിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ അൽഹംദുലില്ലാ ചെയ്തു വെച്ചു. എന്നാൽ റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈകളിൽ ആ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഭയപ്പെടണം. മഹാനായ സ്വാലിഹ് അൽ ഫൗസാൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, റമദാൻ സ്വീകാര്യമായി എന്നതിന്റെ അടയാളമാണ് നന്മകൾ തുടർത്താനുള്ള സൗഭാഗ്യം ലഭിക്കുക എന്ന്. കഴിഞ്ഞ ആഴ്ച കുറെ തിന്മകളിലേക്ക് ആപതിക്കുന്നതിനെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടു നമുക്ക്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മകൾ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ റമദാനിൽ ചെയ്തു വെച്ച കർമ്മങ്ങൾ അവന് തുടർത്താൻ കഴിയുകയില്ല എന്നാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നന്മകൾ തുടർത്താത്തവനായിട്ടാണ് കടന്നു പോകുന്നത് എങ്കിൽ അവന്റെ റമദാൻ സ്വീകരിക്കപ്പെടുന്നില്ലയോ എന്നുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകാം. തുടർത്താൻ കഴിയണില്ലെങ്കിൽ നമ്മളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരെ കുറിച്ച്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ എത്രത്തോളം റമദാനിൽ കർമ്മങ്ങളിൽ മുഴുകിയവരാണോ, എത്ര നന്മകൾ വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ. അപ്പൊ നമ്മൾ ഉള്ളിലൊരു പേടി ഉണ്ടാകണം പ്രിയമുള്ളവരെ. വഅൽഹിഖനി ബിസ്സാലിഹീൻ എന്നുള്ളിടത്ത് സ്വാലിഹീങ്ങളെ കാണാനുള്ള സൗഭാഗ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതെ, നാം നമ്മെ സ്വർഗത്തിലെത്താനുള്ള പ്രവർത്തനങ്ങളിൽ അതിങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരിക്കണം. സ്വാലിഹായി റബ്ബിനെ കാണണം. സ്വാലിഹായ മനുഷ്യൻ, നമ്മൾ പറയാറുണ്ട് നമ്മുടെ മക്കൾ സ്വാലിഹാകണമെന്ന് അല്ലെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയ്ൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കൺകുളിർമയേകുന്ന കുടുംബത്തിനെ നൽകണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ പലപ്പോഴും. പക്ഷേ സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നിടത്ത് ഒരു അലസത, ഒരു അലംഭാവം നമ്മളെ പിടികൂടുന്നു. വിശുദ്ധ ഖുർആൻ ഏറെ ചിന്തനീയമായ കാര്യങ്ങൾ പറയുന്നിടത്ത് കാണാം. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതരായിരിക്കേണ്ട കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് കാണാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ, ഏതൊരു മനുഷ്യനാണോ, വിശ്വാസിയായ മനുഷ്യനാണോ, മൻ അമില സ്വാലിഹൻ, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്നത്, അവൻ ആണാകട്ടെ പെണ്ണാകട്ടെ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, മിൻ ദക്കറിൻ ഔ ഉൻസ, ആണും പെണ്ണും അവർ നല്ല കാര്യങ്ങളിൽ മുഴുകണമെന്നാണ്. വഹുവ മുഅ്മിനുൻ, ഒപ്പം അവർ ഈമാനുള്ളവരായിരിക്കണം, വിശ്വാസികളായിരിക്കണം, തൗഹീദിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവരായിരിക്കണം. അങ്ങനെ മുഅ്മിനായി കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അവന് ടെൻഷൻ ഉണ്ടാകൂല, അവൻ ഒരു നിലക്കും വിഷമിക്കേണ്ട ആവശ്യം വരികയില്ല. വലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അവൻ ഇവിടെ ജീവിക്കുന്ന ഒരു ജീവിതം എന്നത്, ദുനിയാവിൽ ജീവിക്കുന്ന ആ ഒരു അവസ്ഥ എന്നത് സുരക്ഷിതമായിട്ടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടയാളപ്പെടുത്തി. നമ്മൾ പലപ്പോഴും ദുനിയാവിന്റെ വിഷയത്തിലാണ് വല്ലാത്ത ടെൻഷൻ ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസികൾക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാനുള്ള കാര്യമാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. മിൻ ദക്കറിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ, മൻ അമില സ്വാലിഹ, ആരാണോ നല്ല കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അവന് ദുനിയാവിൽ നല്ല ജീവിതം അള്ളാഹു നൽകും. ദുനിയാവിൽ നല്ല ജീവിതം നൽകും. മാത്രമല്ല വല നജ്സിയന്നഹു അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവന് അള്ളാഹു പ്രതിഫലമായി
അവന്റെ കർമ്മങ്ങൾക്ക് അമലു സ്വാലിഹാത്തുകൾക്ക് പ്രതിഫലമായി അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തു വെച്ച അമലുകൾക്ക് അനുസൃതമായല്ല, ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ഏറ്റവും നല്ല പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യർക്ക് നൽകുമെന്ന്. അപ്പൊ സൽക്കർമ്മങ്ങൾക്ക് പകരമായി പരലോകവും സുരക്ഷിതമാകും. ഇഹലോകം മാത്രമല്ല നല്ല മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുക, മറിച്ച് പരലോകവും ആ മനുഷ്യന്റേത് സുരക്ഷിതമായി തീരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മഹുല്ലാഹ് പറയുകയാണ്, തഫഖദിൽ ഖുലൂബ, നിന്റെ ഹൃദയത്തിൽ നീ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. എന്തൊക്കെയാണ്? ഹൽ തജിദ് തുമഅനീനത്തുൻ വഖുശൂഉൻ വഉൻസുൻ, നിന്റെ ഹൃദയത്തിൽ നീ തുമഅനീനത്ത്, ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷം നിന്റെ ഹൃദയത്തിലുണ്ടോ? സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 3 കാര്യങ്ങളുണ്ട്. ഒന്ന് തുമഅനീനത്താണ്, ഒരു ശാന്തമായ ഒരവസ്ഥ, വേറൊരു ടെൻഷനും ഇല്ലാത്തൊരവസ്ഥ ഹൃദയത്തിൽ സംജാതമാകുന്നുണ്ടോ? വഖുശൂഉൻ, ഒരു ഭയം, ഒരു ഭയഭക്തി അത് ഉള്ളിലുണ്ടോ? വഉൻസുൻ, അതുപോലെ തന്നെ ഒരു ഇണക്കം, ഒരു സായുജ്യം, ഒരു വല്ലാത്തൊരു ആശ്വാസം അതൊരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ? ഈ 3 കാര്യങ്ങൾ ഉൾച്ചേരുന്ന അവസ്ഥയിലാണ് നമ്മുടെ കർമ്മങ്ങൾ, അമലു സ്വാലിഹാത്തുകൾ ഉള്ളത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സുരക്ഷിതനാകുമെന്നാണ്. അപ്പൊ നമ്മുടെ അമലുകളിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് വെക്കുന്ന 4 കർമ്മങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ തിലാവത്തുൽ ഖുർആൻ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, മാത്രമല്ല നമ്മുടെ അദ്കാറുകൾ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ, ഇതെല്ലാം അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളാണ്. ഈ 3 കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമസ്കാരം നിർവഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ തുമഅനീനത്ത്, അതുപോലെ തന്നെ ഖുശൂഉ വഉൻസ്, ഈ 3 കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് എങ്കിൽ അവന് സമാധാനം ഉണ്ടാകും. അപ്പോൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ട 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രധാന കർമ്മങ്ങളായി വരുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു. 1 ഖുർആൻ പാരായണം, 2 നമസ്കാരം, 3 അദ്കാറുകൾ. ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു അവസ്ഥ സംജാതമാകുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ അവന് ആശ്വാസമാണ്. നാളെ പരലോകത്ത് അവന് സുരക്ഷിതമായ ഒരു അവസ്ഥയിൽ എത്താൻ കഴിയും. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ അടയാളമായി പറഞ്ഞെടുത്ത് അവരുടെ നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന സന്ദർഭങ്ങളിൽ അവരെ സംബന്ധിച്ച് പറയുന്നത് കാണാം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ, അവർ അഫ്ലഹാണ്, ഏറ്റവും വലിയ വിജയികളാണ്. അവരുടെ പ്രത്യേകത പറയുന്നിടത്ത് അല്ലാഹ് പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങളിൽ അവർ ഭയഭക്തിയുള്ളവരാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ലൊരു പേടി നിസ്കരിക്കുന്ന സമയത്ത് അവർക്ക് ഉള്ളിൽ തട്ടുന്ന അവസ്ഥയിലാണ് ഇബാദത്തുകൾ എടുക്കുന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയിയാകുമെന്ന് പറഞ്ഞെടുത്ത് ആദ്യത്തെ അടയാളം പറഞ്ഞെടുത്ത് നിസ്കാരത്തിനെ സംബന്ധിച്ച് അതിൽ ഖുശൂഇനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നിസ്കാരത്തിൽ ഈ ഒരു അവസ്ഥയുണ്ട്. റമദാനിൽ ഖുർആൻ പാരായണം എത്രത്തോളം നമ്മൾ ചെയ്തിരുന്നു, എത്ര കണ്ട് നമ്മൾ ആലോചിച്ചാലും നമുക്ക് മതിവരാത്ത രൂപത്തിൽ നമ്മൾ ഖുർആൻ എടുക്കാൻ തോന്നുമ്പോൾ അത് പോയി എടുക്കും, വീണ്ടും പാരായണം ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്യും, പിന്നെ അല്പം ഒന്ന് റെസ്റ്റ് എടുക്കും, വീണ്ടും നമ്മൾ പാരായണം ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മൾ റമദാനൊക്കെ നമ്മൾ കൊണ്ടു നടന്നത്. ഇപ്പൊ ശവ്വാലായപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മേൽ സൂചിപ്പിച്ച പോലെ ഈ അവസ്ഥ വരാറുണ്ടോ? നല്ലൊരവസ്ഥയായിരുന്നു, ഖുശൂ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തുമഅനീനത്ത് നമുക്ക് ഉണ്ടായിരുന്നു, നല്ല ഒരു ആശ്വാസം, ഒരു സായുജ്യം, അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഉൻസ്, അതുമായുള്ള ഒരു ഇണക്കം റമദാനിൽ ഉണ്ടായിരുന്നു. പക്ഷെ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ എത്തിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന, ഖുർആനുമായി എത്രത്തോളം നമ്മൾ സുഹബത്ത് പുലർത്തുന്നുണ്ട്, അല്ലെ എത്രത്തോളം നമ്മൾ അതുമായി ഖുർആനുമായി ഒരു ബന്ധം നമുക്കിപ്പോൾ നിലവിലുണ്ട് എന്നുള്ള ഒരു പരിശോധന സദാസമയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ഖുർആനുമായി കൂടുതൽ അടുക്കാൻ നമുക്ക് സൗഭാഗ്യം ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഖുർആനുമായുള്ള ആ ഒരു സുഹബത്ത് ലഭിച്ചാൽ മഹാസൗഭാഗ്യമായി നമ്മൾ കരുതണം. ഫിദ്ദിക്ർ, അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ, അല്ലെ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ഒക്കെ ഒരു മനുഷ്യൻ കൃത്യമായി ചെല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫദ്കുറൂനി അദ്കുറുക്കും, അല്ലാഹു തരുന്ന ഓഫർ എന്താണ്? അള്ളാഹിനെ നിങ്ങൾ ഓർത്താൽ അല്ലാഹു നിങ്ങളെ ഓർക്കും. തിരിച്ചാലോചിച്ചു നോക്ക്, അള്ളാഹുവിനെ നിങ്ങൾ ഓർത്തില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ ഓർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂ, നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാകണം, വലാ തക്ഫുറൂ, നിങ്ങൾ നന്ദി കെട്ട മനുഷ്യന്മാരാകരുത്. നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നാണ്. അപ്പൊ ദിക്റുകളിൽ നമ്മൾ മുഴുകണം. റബ്ബ് നമ്മെ ഓർക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഉയരുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, അതിനേക്കാളും വലുതായി എന്താണുള്ളത് നമ്മുടെ കയ്യിൽ? അല്ലാഹു നമ്മളെ ഓർക്കുക.
ആ മനുഷ്യൻ ഇന്ന സ്ഥലത്തിരുന്ന് എന്നെ സ്മരിക്കുന്നുണ്ട്, ഞാൻ അവനെ കുറിച്ച് ഓർക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവുക എന്നത് നമ്മുടെ സൗഭാഗ്യമാണ്. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ പറയുമ്പോഴും ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റമളാനിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിച്ചത് നമ്മൾ എത്ര സ്വാലിഹാണ് എന്ന് നമ്മൾ സ്വയമേ തന്നെ നമ്മൾ വിചാരിച്ചിരുന്നത്. ഞാൻ തരക്കേടില്ല, ഞാൻ അല്പമൊക്കെ മേൽക്കൈ എടുത്തിട്ടുണ്ട്, ഈ റമളാൻ കഴിഞ്ഞാലും ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നൊക്കെ പല ആളുകളും ഉള്ളിൽ കരുതിയ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളിൽ കരുതൽ നിലനിർത്തുമാറാണ്. അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരെ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തും. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സ്വാലിഹായ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ യഥാർത്ഥ റമളാനിൽ നിന്ന്. പക്ഷെ റമളാൻ കഴിഞ്ഞപ്പോ ഈ ഒരു സ്വാലിഹായ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു 10-15 ദിവസം എങ്ങനെ പിന്നിട്ടപ്പോ നമ്മൾ എത്രത്തോളം താഴേക്ക് വന്നിട്ടുണ്ട്, നമ്മളെ ഗ്രാഫ് താഴേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ വീണ്ടും ഉയരേണ്ട സമയമായിട്ടുണ്ട്. നിലവിൽ നമ്മൾ റമളാനിലെ സ്വാലിഹായിരുന്നവർ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമസ്കാരം പഴയ ആ റമളാനിലെ അവസ്ഥയിലേക്ക് ഉയർന്നു വരണം. നമ്മളെ ഖുർആനിന്റെ പാരായണം അത് വീണ്ടും ഉയർന്നു വരണം. റമളാനിൽ മാത്രം ഓതി തീർക്കേണ്ട ഒന്നല്ല, ഒരു ഖത്തം തീർത്ത് അങ്ങനെ ഷെൽഫിലേക്ക് കഴിയേണ്ട ഒന്നല്ല ഖുർആൻ. നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അത്ഭുതകരമായ ഗ്രന്ഥമാണ് ഖുർആൻ. അതിനെ വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം നമ്മൾ കണ്ടെത്തണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈ വിഷയം സൂചിപ്പിച്ചു. അതെ പ്രിയമുള്ളവരെ, മടിയില്ലാത്തൊരവസ്ഥ, അലസമാകുന്ന ഒരവസ്ഥ, മടിയില്ലാത്തൊരവസ്ഥ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഒരു അലസത, ഒരു കസല് നമ്മളെ ബാധിക്കാൻ പാടില്ല. ഏറെ ഭയപ്പെടേണ്ട വിഷയമാണ് അലസത ബാധിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോ നെഞ്ചിനുള്ളിൽ നിസ്കാരം അത് നമുക്ക് ഭാരമായി തോന്നുന്നുള്ളൂ. റമളാനിൽ എളുപ്പമായി നമുക്ക് തോന്നിയ ഒരു സാധനം, ഒരു കാര്യം റമളാൻ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഭാരമായി. നമ്മുടെ ഷോപ്പിൽ നമുക്ക് ഇറങ്ങാൻ കഴിയണില്ല, അല്ലെ നമ്മുടെ കച്ചവടത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണില്ല, നമ്മുടെ കിടപ്പറയിൽ നമുക്ക് എഴുന്നേറ്റ് വരാൻ കഴിയണില്ല. ഒരു ഭാരമായി അതിങ്ങനെ ഉള്ളിൽ നിഴലിച്ചു വരുന്നുണ്ട് എങ്കിൽ നമ്മൾ ഭയപ്പെടണം. എന്ത് കാര്യത്തിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മടിയന്മാരായ ചില മനുഷ്യരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. അവരുടെ നമസ്കാരങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു കഴിഞ്ഞാൽ ഖാമൂ കുസാല, മടിയന്മാരായിട്ടായിരിക്കും അവർ ഉണ്ടാവുക. വല്ലാത്തൊരു ഭാരം ആ മനുഷ്യന്മാർക്ക് തോന്നും. ആരെ കുറിച്ച് അള്ളാഹു പറയണത്? ആരെ കുറിച്ച്? അവൻ നിസ്കരിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ്. പക്ഷേ ആ നിസ്കരിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയും, അവൻ മുനാഫിക്കാണ് എന്ന്, കപട വിശ്വാസിയാണ് എന്ന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിയിൽ കിടന്ന് വെന്തിരിക്കുന്ന മനുഷ്യനാണ് മുനാഫിക്ക് എന്നാണ്. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ നിസ്കാരം നമുക്ക് മടി തോന്നാൻ പാടില്ല. കസലില്ലാതെ കൈകെട്ടാൻ കഴിയണം. അല്ലെ, കോട്ടുവായിട്ട് അലസമായി അശ്രദ്ധമായി നിസ്കരിക്കേണ്ട ഒരു ഇബാദത്തായി നമ്മൾ അതിനെ കാണാൻ പാടില്ല. അതിൽ എന്തുണ്ടാകണം? ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടാകണം. തുമഅനീനത്തുണ്ടാകണം, നമുക്ക് ഭയം ഉണ്ടാകണം, ഖുശൂ ഉണ്ടാകണം, ഒരു ഉൻസ്, ഒരു ഇണക്കം ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട് വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, അവർ നമസ്കാരത്തിന് വേണ്ടി നിലകൊണ്ടു കഴിഞ്ഞാൽ അവർ മടിയന്മാരായി അലസന്മാരായിരിക്കും. വീണ്ടും അല്ലാഹു പറയും, വഹും യുറാഊന അന്നാസ്, അവർ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി, ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ വരുന്നത്, നിസ്കരിക്കുന്നത്. ആളുകളൊന്ന് കാണട്ടെ, ഞാൻ തരക്കേടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവന്റെ ഇബാദത്തായി തീരുന്നത് എങ്കിൽ അവന്റെ ഉള്ളിൽ നിഫാഖുണ്ട് എന്നാണ്, കാപട്യമുണ്ട് എന്നാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അല്പം മാത്രമേ അവൻ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കൂ. അല്പം മാത്രം. നിസ്കാരത്തിൽ പോലും കൈകെട്ട് നിൽക്കുമ്പോഴും അവൻ ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്, കസലിലാണ്, മടിയിലാണ്. അങ്ങനെയാണ് അവന്റെ ഇബാദത്തായി തീരും. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അല്പം മാത്രം, അല്പസമയം മാത്രം കൈകെട്ടി സലാം വീട്ടി എന്നല്ലാതെ ആ ഇബാദത്ത് കൊണ്ട് യാതൊരു ഫലവുമില്ലാത്ത അവസ്ഥയിലാണ് ആ മനുഷ്യൻ കടന്നു പോകുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, യുഖാദിഊനല്ലാഹ്, അവർ വിചാരിക്കുന്നവർ അള്ളാഹുവിനെ വഞ്ചിച്ചു കളഞ്ഞു എന്നാണ്. വഹുവ ഖാദിഉഹും, അള്ളാഹു പറയണത് അവനെ തന്നെയാണ് വഞ്ചിച്ചത്. അല്ലെ, അവൻ സ്വയമേ വഞ്ചനയിൽപ്പെട്ടവനായി തീർന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ദേഹേച്ഛകൾക്ക് പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അല്ലെ, ഹൃദയം മലീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തളരാതിരിക്കാൻ നമുക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, പിശാച് ഇങ്ങനെ നമ്മൾ വലയം ചെയ്തുകൊണ്ടേയിരിക്കും. സൽക്കർമ്മം ചെയ്യുന്ന മനുഷ്യന്മാരെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് നമ്മൾ ദുനിയാവിന്റെ പല വിഷയങ്ങളും കൊണ്ടുവന്നിട്ട് നമ്മുടെ ദേഹേച്ഛകൾ, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിനെ ആക്കിത്തിരിക്കാൻ ശ്രമിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സുയ്യിന ലിന്നാസ്,
മനുഷ്യന് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. ഏറ്റവും നല്ല മടക്കം അല്ലാഹുവിലേക്കാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ് എന്ന് അല്ലാഹു അവസാനിപ്പിക്കുന്ന ഈ വചനത്തിൽ അല്ലാഹു പറയുന്നത് സുയ്യിന ലിന്നാസ്, മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. അത് അലങ്കാരമായിട്ട് നമ്മൾ കരുതാൻ പാടില്ല എന്ന്, അലങ്കാരമായി നമ്മൾ കരുതാൻ പാടില്ല. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യർക്ക് അവന്റെ ശഹവത്തുകൾ, ശഹവത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾ ആക്കി മനോഹരമാക്കി കൊടുക്കും. മിനൻ നിസാഇ, അവരുടെ സ്ത്രീകളിൽ നിന്ന്, വൽ ബനീന, അവരുടെ മക്കളിൽ നിന്ന്, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കൂമ്പാരമാക്കി കൂട്ടിയ അത്തരം വസ്തുക്കളെ കൊണ്ട് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്, മേൽത്തരം കുതിരകളെ കൊണ്ട്, മേൽത്തരം വാഹനങ്ങളെ കൊണ്ട്, വൽ അൻആമി മൃഗങ്ങളെ കൊണ്ടും, വൽ ഹർസി കൃഷിയിനങ്ങളെ കൊണ്ടും എല്ലാം മനുഷ്യന് അവന്റെ ശഹവത്തുകൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം മേൽക്കൈയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, നിങ്ങൾക്ക് ദുനിയാവിലെ വിഭവങ്ങളാണ്, അല്ലാഹു ഒരുക്കി വെച്ച വിഭവങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആസ്വാദനമുണ്ട്. പക്ഷേ അത് നിങ്ങൾ അലങ്കാരമായി എടുത്തു കഴിഞ്ഞാൽ, ഭാര്യയുടെ മക്കളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ മനുഷ്യന് മടിയില്ല. അല്ലെ, സ്വർണവും വെള്ളിയും ഒക്കെ കൂമ്പാരമായി കിട്ടുന്ന മേഖലയിൽ എത്ര കണ്ട് സമയം ചെലവഴിക്കാനും മനുഷ്യന് മടിയില്ല. അതുപോലെ തന്നെ അവന്റെ വാഹനങ്ങൾ, അവന്റെ സൗകര്യങ്ങൾ, അവന്റെ എല്ലാം വർധനമുണ്ടാകുമ്പോൾ അവയെ സംരക്ഷിക്കുന്നിടത്ത്, അവയിൽ സായുജ്യമടയുന്നിടത്ത്, അവയിൽ സന്തോഷം പകരുന്നിടത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ല. പക്ഷെ അള്ളാന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം അലസനാണ്. അല്ലെ, ശഹവത്തിന്റെ പിന്നാലെയാണ് അവന്റെ ഓട്ടമെങ്കിൽ, കണ്ണഞ്ചിപ്പിക്കുന്ന സൗകര്യങ്ങളിൽ ശഹവത്തുകൾ തേടിപ്പോകുന്നവരാണ് നമ്മളെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ഭയം ഉണ്ടാകണം. നമുക്ക് ഒരു ഹദീസ് നമുക്ക് കാണാം, ചില ദിനം വരാനുണ്ട്, അയ്യാമുൻ, ചില ദിവസങ്ങൾ വരാനുണ്ട്, ആമിലി, പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ആ മുൻഗാമികളായ ആളുകൾ പല കർമ്മങ്ങളും സ്വാലിഹ്യങ്ങളായ ആളുകൾ ചെയ്തു വെച്ചിരുന്നു, അതിനേക്കാളും 50 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു. മിൻഹും ഔ മിന്ന, അവർ നമ്മളിൽ നിന്നാണോ അതോ അവരിൽ നിന്നാണോ? അവരിൽ നിന്നാണോ നമ്മളിൽ നിന്നാണോ ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, വൽ മിൻകും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ്. ചില പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് കാണാം, ചില കർമ്മങ്ങളിൽ സ്വഹാബത്തിനേക്കാളും പ്രതിഫലം ലഭിക്കുന്നവരായി നമ്മൾ മാറിയേക്കാമെന്നാണ്. പിൽക്കാലത്ത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും. അതുകൊണ്ട് പിൽക്കാലക്കാരായ ആളുകൾക്ക് അങ്ങനെ ചില സൗഭാഗ്യങ്ങൾ വരാനുണ്ട് എന്നാണ്. എന്നാൽ പക്ഷേ ദറജയിലോ സ്വഹാബത്ത് തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത്. അവരുടെ പദവിയിൽ ഒരു മനുഷ്യനും ലോകത്തെത്താൻ കഴിയുകയില്ല എന്നാണ്. പ്രത്യേകിച്ചും അവരിൽ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ്, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാർ, അങ്ങനെ തുടങ്ങി മേൽക്കൈയെടുത്ത സ്വഹാബത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവരുടെ ദറജയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിലും ചില കർമ്മങ്ങളിൽ നമുക്ക് മുൻകടക്കാൻ കഴിയും. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു മനുഷ്യന് സുഹബത്ത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, സുഹബത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഒരു മനുഷ്യന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, അതൊരു നിമിഷമാണ് എങ്കിലും ശരി, ബാക്കിയുള്ള ആളുകൾ എത്ര കണ്ട് അമലുകൾ ചെയ്താലും അവർക്കൊപ്പം എത്താൻ കഴിയുകയില്ല. അത്രയും ദറജ അവരെ സംബന്ധിച്ചിടത്തോളം ഉയരെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനി വിദ്യാഭ്യാസം മനസ്സിലാക്കിയ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങളിൽ മുഴുകണം. നല്ല കർമ്മങ്ങൾ ധാരാളമായി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മേൽ പറഞ്ഞതുപോലെ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിച്ചു നിൽക്കണം. നല്ല ഒരു സമാധാനമുള്ള ഒരവസ്ഥ, ഭയമുള്ള ഒരവസ്ഥ, അതുപോലെ തന്നെ നല്ല ഇണക്കമുള്ള ഇബാദത്തുമായി നല്ല ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വരിക, അങ്ങനെ കർമ്മങ്ങളുമായി നമ്മൾ മുന്നേറുന്ന ഒരവസ്ഥയിൽ ഉയർന്നുകൊണ്ടേയിരിക്കണം. റമദാൻ കഴിഞ്ഞാലും പ്രിയമുള്ളവരെ, നമ്മുടെ റബ്ബ്, മേലായ റബ്ബ് നമ്മുടെ ഉപരിയിൽ തന്നെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സദാസമയം നിരീക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ കരുതലോടുകൂടി അവന്റെ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ കൊണ്ട് മുൻകടക്കുന്ന സജ്ജനങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين أما بعد أوصيكم وإياي ثانيا بتقوى الله അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് തഖ്വയുള്ള മുത്തഖീങ്ങളായ ആളുകളിൽ നമ്മെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബത്ത് ദുനിയാവിനേക്കാളും കൂടുതലായി ആഖിറത്തിനെ കൊതിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തി എന്ന നിലയിൽ എല്ലാ സമയത്തും ആ ഒരു അവസ്ഥയിൽ ഉയർന്നു നിൽക്കണമെന്നാണ് സൂചിപ്പിക്കുക. ആഖിറത്തിനെ കൊതിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മക്കൾ, ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ നമ്മൾ അടക്കമുള്ള ആളുകൾ എല്ലാവരും ആ സ്വർഗത്തിനെ കൊതിച്ചുകൊണ്ടേയിരിക്കണം. മുൻഗാമികളായ ആളുകളൊക്കെ അവർക്ക് വളരെ കുറച്ച് വസ്ത്രങ്ങളാണ് ഉള്ളത് എങ്കിലും തഖ്വയുടെ വസ്ത്രം ധരിക്കുന്നിടത്ത്, അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടുന്നിടത്ത്, അവരുടെ വസ്ത്രങ്ങൾ അത് മാറിപ്പോകുന്നിടത്തെല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് ധാരാളം വസ്ത്രങ്ങൾ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പക്ഷെ വസ്ത്രം ധരിക്കുന്നിടത്ത് പോലും ഒരു സൂക്ഷ്മതയില്ലാത്ത അവസ്ഥയിലാണ് പല ആളുകളും ഉള്ളത്. ഇങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും വളരെ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായി നമ്മൾ മാറുന്നുണ്ട്. വിശ്വാസികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മറക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി മറച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന്. നമ്മുടെ മക്കൾ അവർക്ക് സ്വർഗത്തിലെത്താനുള്ള വഴികൾ നമ്മൾ കൃത്യമായി കാണിച്ചു കൊടുക്കണം. നമ്മുടെ ബാധ്യതയാണ്, നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന്. നമ്മുടെ മക്കൾ തലമുറ, വളർന്നു വരുന്ന തലമുറയ്ക്ക് നന്മ കൈമാറുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലെ, പല ആളുകളും വ്ലോഗറാക്കാൻ നോക്കുകയാണ് മക്കളെ, അല്ലെങ്കിൽ മോഡേൺ ആക്കാൻ നോക്കുകയാണ്. പല സംവിധാനങ്ങളും അവർക്ക് മുന്നിൽ ഒരുക്കി കൊടുക്കുകയാണ്. എല്ലാം വാങ്ങി നൽകി, എല്ലാ അനുഗ്രഹങ്ങളും മുന്നിലേക്ക് വെച്ചു കൊടുത്ത്, ആണേത് പെണ്ണേട് എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്ത്, ആലോചിച്ച് നമ്മളെല്ലാം അതിന്റെ ഒരു പാഠങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം നമ്മൾ കൊടുക്കുകയാണ്, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. പക്ഷേ അവർ തിരിഞ്ഞു നിൽക്കുന്ന, നാളെ പരലോകത്ത് നമുക്കെതിരെ തിരിയുന്ന സാഹചര്യങ്ങൾ വരുമെന്നുള്ള ഒരു ഭയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുതൽ തരമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. പലപ്പോഴും അതിൽ ശ്രദ്ധയില്ലാത്തവരായി നല്ല തഖ്വയുള്ള ഒരു വസ്ത്രം അത് വാങ്ങിക്കൊടുക്കുമ്പോൾ സന്തോഷത്തോട് വാങ്ങി അണിഞ്ഞ് അതിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ, അല്ലെ തലയൊക്കെ മറച്ച് അതുപോലെ തന്നെ ഹിജാബൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ പെൺകുട്ടിയാകണമെന്ന്. കടങ്കാലിന് മുകളിൽ വസ്ത്രമെടുത്ത് നല്ല മനോഹരമായി ദീനിന്റെ ഒരു അടയാളം ആ കുട്ടികൾ കാണുമ്പോൾ അൽഹംദുലില്ലാഹ്, ഞാൻ വളർന്നത് പോലെ ചിലപ്പോൾ നമുക്കൊന്നും അത്രയും ചെറുപ്പത്തിലേ ദീന് കിട്ടിയെന്ന് വരൂല. ദീന് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എന്റെ മക്കൾ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ഒക്കെ നമുക്ക് കഴിയണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന പ്രാർത്ഥന, മുത്തഖീങ്ങൾക്ക് ഇമാമായി നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും നല്ല നിലയിൽ ഉള്ള മക്കളുണ്ടാകണം, ഭാര്യ ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏതൊരു സൗകര്യവും നാളെ പരലോകത്ത് നമുക്ക് എതിരായി വരാൻ പാടില്ല. അവളെങ്ങനെയാണ്, അവളെങ്ങനെ പോകൂ, അവനെങ്ങനെയാണ്, അവന്റെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിൽ ഇത് ശരിയാകൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ വിഷമങ്ങൾ പറയുന്ന പിതാക്കന്മാർ ധാരാളമുണ്ട്. പക്ഷേ അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ട് എങ്കിൽ തിരിച്ചു വിളിക്കാൻ, മടക്കിയെടുക്കാനൊക്കെ സമയമുണ്ട്. അവർക്ക് ബോധ്യപ്പെടും. നമ്മുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തി, നിന്നെ കാര്യങ്ങൾ കൊണ്ടാണ് നിനക്കത് വാങ്ങിത്തരാത്തത്, ഇന്ന സൗകര്യം നിനക്ക് ചെയ്തു തരാത്ത ഇന്ന വിഷയം കൊണ്ടാണ്, അതുകൊണ്ട് മോനെ നീ അങ്ങനെ ആകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പിതാവായി, ഒരു ഉമ്മയായൊക്കെ നമുക്ക് മാറാൻ കഴിയും. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു ദുനിയാവിന്റെ ഒരു ആഗ്രഹം കൊണ്ട് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്, അവരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങിപ്പോവുകയാണ്. അങ്ങനെ വഴങ്ങുമ്പോൾ അവരുടെ പരലോകം നഷ്ടപ്പെടും, നമ്മുടെ പരലോകം നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ ഉള്ളിലുണ്ടാകുന്ന ആളുകളായി നമ്മൾ മാറണം. ഏറ്റവും നല്ല രീതിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏറ്റവും നല്ല സമ്പാദ്യം എന്നത് ലിസാനുൻ ദാക്കിറാൻ, അല്ലെ, നല്ല അള്ളാഹുവിനെ ഓർക്കുന്ന, ദിക്റെടുക്കുന്ന അവന്റെ നാവുകളാണ്. ഖൽബുൻ ഷാക്കിറാൻ, ശുക്റുള്ള, അള്ളാഹുവിന് നന്ദി അർപ്പിക്കുന്ന, ഏത് അനുഗ്രഹം ലഭിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന അവസ്ഥയുള്ള ഒരു ശുക്റുള്ള ഒരു അടിമയായി കഴിയുന്ന ഒരവസ്ഥയാണ് ഏറ്റവും നല്ല അവസ്ഥ. വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, തന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനത്തായി അവന്റെ ഈമാനികമായ കാര്യങ്ങൾ സഹായിക്കുന്ന ആ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കല്ലേ, അത് വാങ്ങിക്കൊടുത്ത അത് അപകടമാണ് എന്ന് പറയുന്ന ഒരു ഭാര്യ.
അല്ലെ, ഇന്ന കാര്യം അവർ ചെയ്തു കൊടുക്കരുത്, ഈ സമയത്തല്ല ആ കുട്ടിക്ക് മൊബൈൽ കൊടുക്കേണ്ടത്, അത് വാങ്ങി വെക്കേണ്ട സമയമാണിത്. അല്ലെ, ഒരു പരീക്ഷയുടെ സമയത്ത് നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഒരു കൊറോണ കാലത്ത് നമ്മൾ ചെയ്തു കൊടുത്തു. പക്ഷെ കുട്ടികൾ വേറെ എവിടേക്കുകയാണ്. അതുകൊണ്ട് അവരെ തിരിച്ചു നടത്താൻ, അവരുടെ കണ്ണുകൾ, അവരുടെ കാതുകൾ ഹറാമിലേക്ക് പോകാതിരിക്കാൻ, നന്മയിലായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൃത്യമായ വഴികൾ നമ്മൾ തുറന്നു കൊടുക്കണം പ്രിയമുള്ളവരെ. പ്രത്യേകിച്ചും നമ്മൾ മദ്രസ വിദ്യാഭ്യാസമൊക്കെ സജീവമായി കൊടുക്കേണ്ട സമയമാണ്. വെക്കേഷൻ കാലഘട്ടമാണ്. കുട്ടികൾ പല സ്ഥലത്തും വെറുതെ ഇരുന്നിങ്ങനെ സമയം കളയാം. 24 മണിക്കൂർ മൊബൈലിലാണ്. രാത്രി കാലങ്ങളിൽ അടക്കം മൊബൈൽ സൗകര്യങ്ങളിലാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കളിക്കുന്ന കുട്ടികളെ കാണാനല്ല, ഗ്രൗണ്ടിൽ വളരെ കുറച്ച് കുട്ടികളെ കാണാനുള്ളൂ. ബാക്കി എല്ലാവരും സ്വന്തം മൊബൈൽ എടുത്ത് സ്വന്തമായി ഗെയിമെല്ലാം മൊബൈലിൽ സെറ്റ് ചെയ്ത് അതങ്ങനെ വെച്ച് അങ്ങനെ കളിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ വാപ്പയോട് സംസാരിക്കണില്ല, ഉമ്മയോട് സംസാരിക്കണില്ല, ബന്ധുക്കാരോട് സംസാരിക്കുന്നില്ല, ആരോടും ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലാണ് കുട്ടികൾ പോകുന്നത് എങ്കിൽ നമ്മൾ ഭയപ്പെടണം. അവർക്ക് വേണ്ട വഴികൾ നമ്മൾ തുറന്നു കൊടുക്കണം. വെക്കേഷൻ കാലത്ത് എല്ലാം ദീനീ സംവിധാനങ്ങളും അതിലെല്ലാം നമ്മുടെ മക്കൾ എത്തിപ്പെടണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ആഴ്ചയിൽ ഈ 8-ാം തീയതി ഇൻഷാ അല്ലാഹ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ 4-5 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് അടിസ്ഥാനപരമായി തന്നെ ആദ്യം മുതൽ തന്നെ മതവിദ്യാഭ്യാസം കിട്ടുന്ന രൂപത്തിലുള്ള സംവിധാനം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സജീവമായ ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെയാണ്. 4 വയസ്സും 5 വയസ്സുമുള്ള കുട്ടികൾ ബഹജ എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇനി നമ്മുടെ മദ്രസകൾ ഉണ്ടാവുക. ബഹജ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ഏറ്റവും നല്ല സന്തോഷം നൽകി അതിലൂടെ എയിമ് പകരുന്ന രൂപത്തിലുള്ള സംവിധാനമാണ്. നല്ല ട്രെയിനിങ് കിട്ടിയ അധ്യാപകരെ കൊണ്ടുവന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് അവിടെ അന്വേഷിക്കുക. നമ്മുടെ 4-5 വയസ്സുള്ള പിച്ചോമനകളെ ദീനിന്റെ മാർഗത്തിൽ മദ്രസ വിദ്യാഭ്യാസം നൽകി ഇനി കായിദയുടെ ഒരു അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെയാണ് പഠിപ്പിച്ചു പോകുന്നത്. നല്ലൊരു സംവിധാനമാണ്. അൽ ഫിത്ര പോലെ അത്രയും ഉയർന്നു വരുന്ന രൂപത്തിലാണ് മദ്രസ സംവിധാനങ്ങൾ ഉയർന്നു വരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇവിടെ അന്വേഷിക്കുക. നമ്മുടെ മക്കൾ ആ പ്രായത്തിലുള്ള ആളുകളുണ്ട് എങ്കിൽ അവരെ ആ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കൈപിടിച്ചു കൊണ്ടുവരികയും അവർക്ക് നാളെ പരലോകത്തേക്കുള്ള വലിയൊരു അസറ്റായി, വലിയൊരു നിധിയായി അത് മാറുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും മുന്നേറുന്ന സജീവരായ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ എന്നിട്ട് മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു പോകണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, ഇനി അവർ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്, അവരെയും ഞങ്ങളെയും നീ ഏറ്റവും നല്ല രൂപത്തിൽ അനുഗ്രഹിക്കുകയും മരണപ്പെട്ട ആളുകൾക്ക് നീ ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ മോചനം നൽകുകയും നമ്മുടെ ഉമ്മയും ഉപ്പയെയും എല്ലാം കുടുംബത്തോടു കൂടി സ്വർഗത്തിലെത്തുന്ന അവസ്ഥയിൽ ഉയർന്നു വരുന്ന അവസ്ഥയിൽ അല്ലാഹുവേ ഞങ്ങളെ ആക്കി തീർക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്തും മർഹമത്തും നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تسلط علينا من لا يرحمنا. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.